ഹായ്. ഞാനിവിടെ അടുക്കളയിൽ മത്തി വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം ആലോചിച്ചത്. ഞാനൊരു ലോങ് വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ട് ഏതാണ്ട് 3 ആഴ്ചയ്ക്ക് മേലെയായി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗുമായിട്ട് വരാം. അപ്പം എന്തൊക്കെയുണ്ട് മച്ചന്മാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വിഷുവൊക്കെ ആവാറായി അല്ലേ? അപ്പോൾ നമ്മുടെ കണ്ടന്റിലേക്ക് പോകാം. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് ചില ഗ്യാപ്പ് വരുന്നത് എന്ന് ഒരു ചോദ്യം വരാം. അപ്പോൾ അതിന് കാരണം സമയം കിട്ടുന്നില്ല, കണ്ടന്റ് ഇല്ല എന്നൊക്കെ പറയാമെങ്കിൽ പോലും യഥാർത്ഥ കാരണം അതൊന്നും അല്ല. യഥാർത്ഥ കാരണം വളരെ സിമ്പിളാണ്. നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഒരു 250-300 വ്യൂസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അത് മാത്രം കിട്ടുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ചെറിയ ഡിമോട്ടിവേഷൻ ഉണ്ടാവില്ലേ? അതായത് തുടർന്നും വീഡിയോസ് ചെയ്യാനുള്ളൊരു ഒരു പ്രേരണ തരുന്നത് ഈ വ്യൂസ്, കമൻസിൽ നിന്നൊക്കെയാണ്. അപ്പോൾ വിത്ത് ഓൾ റെസ്പെക്ട്, നമുക്ക് ഒരുപാട് ഓഡിയൻസ് സ്ഥിരമായി കാണുന്നവരുണ്ട്, അവരോടൊക്കെ ഒരുപാട് താങ്ക്സ്. പക്ഷേ റീച്ച് വളരെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വീഡിയോസ് ചെയ്യാനുള്ള ഒരു താല്പര്യം കുറയുന്നു. അതാണ് സംഭവം. ഇപ്പോൾ ഇതിനിടയിൽ ഞാൻ പല യാത്രകളൊക്കെ നടത്തി, പക്ഷേ അപ്പോഴൊന്നും ഞാൻ വ്ളോഗ്സ് എടുത്തില്ല. അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ കണ്ടിന്യൂ ചെയ്യില്ല. മേ ബി അതൊക്കെ അതിൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷേ ഞാൻ ഈ ഒരു ടൈം പീരീഡിനിടയിൽ നമ്മുടെ വേറെ കുറേ വ്ളോഗേഴ്സ്, പ്രമുഖ വ്ളോഗേഴ്സ് ആണെങ്കിലും അതുപോലെ ഇപ്പോൾ പുതുതായിട്ട് ചാനൽ ആരംഭിച്ചവരാണെങ്കിലും ഒരുപാട് പേരുടെ വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, എല്ലാവർക്കും വ്യൂസൊക്കെ ഇപ്പോൾ കുറവാണ്. മൊത്തത്തിൽ യൂട്യൂബ് കുറച്ച് ഡൗൺ ആണ്. പിന്നെ മാത്രമല്ല, ഞാൻ കുറേ കാര്യങ്ങളിലൊക്കെ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പ്രസൻറ്റേഷനിലാണെങ്കിലും സംസാര രീതിയിലാണെങ്കിലും ഒക്കെ അങ്ങനെ കുറേ ഇൻപുട്സ് എനിക്ക് കിട്ടി. സോ പിന്നെ അതിനേക്കാൾ ഉപരി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണം, റെഗുലറായിട്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, റീച്ച് കിട്ടാൻ എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ റെഗുലറായിട്ട് ഒരു 3 ദിവസത്തിലൊരിക്കലൊക്കെ വ്ളോഗുമായിട്ട് വരണം എന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അതിനനുസരിച്ച് കണ്ടൻറ്റുകൾ, തട്ടിക്കൂട്ട് കണ്ടൻറ്റുകളാണെങ്കിൽ പോലും ഞാൻ 3 ദിവസത്തിലൊരിക്കലൊക്കെ ആയിട്ട് വരും. അങ്ങനെയാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ കണ്ടൻറ്റിലേക്ക് പോവാം. നമ്മുടെ കാറ് വാഷ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ്, അത് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചു. ഇതൊരു പെയ്ഡ് പ്രൊമോഷനേ അല്ല. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് നമ്മുടെ ആമസോണിൽ ഓർഡർ ചെയ്ത ഒരു പ്രൊഡക്റ്റ് വന്നത്. അപ്പോൾ പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് മുഴുവനായി കണ്ടിട്ട് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോന് എങ്ങനെയെങ്കിലും ഒരു 1K 2K ലൈക്സിലൊക്കെ ഒന്ന് എത്തിക്കുക. വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നൊന്നും മുന്നേറണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇനിയും വീഡിയോസ് ചെയ്യാനൊരു മോട്ടിവേഷൻ ആവും. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, നോബിൾ ഓട്ടോ കെയറിൻ്റെ സ്നോഫോം കാർ ഷാമ്പു ആണ്. ഇത് കാറിന് മാത്രമല്ല എല്ലാ വെഹിക്കിൾസിനും യൂസ് ചെയ്യാവുന്നതാണ്. 500 ml. ഇനി നമുക്കിതൊന്ന് എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കി നോക്കാം. അത്യാവശ്യം കുറച്ച് വെള്ളത്തിലേക്ക് നമുക്കിതിലൊരു 4 സ്പൂണ് സ്നോഫോം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അത്യാവശ്യം പതഞ്ഞ് വരുമല്ലോ. എന്നിട്ട് നമുക്കത് സ്പ്രേ ചെയ്യാം. നമ്മൾ ഈ ചെടി നനയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഇതും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മളെന്നും കുളിക്കണതല്ലേ, അതുപോലെ വണ്ടി ഒന്ന് തോപ്പൊക്കെ ഇട്ട് നല്ല പതപ്പിച്ചൊന്ന് കുളിപ്പിച്ച് നോക്കാം. അപ്പോൾ ആ പരിപാടികളിലേക്ക് പോകാം കേട്ടോ. ഫസ്റ്റ് ഹാഫിൽ അച്ഛനാണ് കേട്ടോ പണിയെടുക്കണത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ചിലപ്പോൾ ഞാൻ ക്യാമറ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം.
അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒരുവിധം നമ്മൾ പതപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റോളം അതങ്ങനെ കിടക്കട്ടെ. അതിനുശേഷം നല്ല വാട്ടർ വാഷൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ കുട്ടാപ്പിനെ നല്ല സുന്ദര കുട്ടപ്പനാക്കി മാറ്റാം. കാറ് പതപ്പിക്കുന്ന കണ്ടിട്ട് ഇവനും അതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വന്നിരുന്നു. പതാവണ്ടെന്ന് വിചാരിച്ചിട്ട് മാറിയിക്കാൻ പറഞ്ഞു. ആ ദേഷ്യത്തിൽ നിൽക്കുക. നക്കി നക്കി അവസാനം കടിക്കില്ല കേട്ടാ. ഓക്കാ അങ്ങനെ അവൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞു. ഇനി തലയൊക്കൊന്ന് തോർത്തി കൊടുക്കട്ടെ, അതായത് നമ്മളൊന്ന് തുടച്ചു കൊടുക്കട്ടെ. മൺഡേ ടു ഫ്രൈഡേ ഇവന് റെസ്റ്റാണ്. സാറ്റർഡേ സൺഡേ ഞങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ പോവും. അങ്ങനെ നമ്മുടെ വണ്ടി അവിടെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കിടപ്പുണ്ട്. എന്തായാലും അതെനിക്ക് ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് സക്സസ്ഫുള്ളായി. പതയൊക്കെ വന്നു. പ്രൊഡക്റ്റ് കൊള്ളാം കേട്ടോ. പക്ഷേ നമുക്കൊരു 3 തവണയൊക്കെ യൂസ് ചെയ്യാൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എന്തായാലും പുറത്ത് കാർ വാഷ് കൊടുക്കുന്നതിനേക്കാളും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങൾ പലരും ഓൾറെഡി ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും എന്നറിയാം. ഞാനിത് ആദ്യമായൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. ആമസോണിൽ അവൈലബിൾ ആണ്, ഒന്ന് ചെക്കൗട്ട് ചെയ്തോളൂ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ റെഗുലറായിട്ട് അറ്റ്ലീസ്റ്റ് 3 ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 4 ദിവസത്തിലൊരിക്കൽ ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നല്ല, ചെയ്യും. പക്ഷേ നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത്രയൊക്കെ മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായി വരാം.